إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, നമ്മെയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും കൃത്യമായി നമ്മുടെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ എല്ലാ രംഗങ്ങളിൽ പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന സ്വാലിഹ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തുൻ നഈമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. ഹദീസുകളുടെ കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായൊരു ഹദീസാണ്
നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഉമ്മുൽ അഹാദീസ് എന്നും ഉമ്മുസുന്ന എന്നുമൊക്കെ അറിയപ്പെടാറുള്ള നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായൊരു ഹദീസാണിത്. വളരെ വിശാലമായ ഇസ്ലാമിൻ്റെ ഓരോ രംഗങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഹദീസ്. ഈ ഹദീസിന് നമുക്കെല്ലാവർക്കും സുപരിചിതമായ മറ്റൊരു പേരുണ്ട്, ഹദീസു ജിബ്രീൽ എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസവും അവന്റെ അനുഷ്ഠാനങ്ങളും, തന്റെ ജീവിതത്തിൽ ഒരു മുസ്ലിം പാലിക്കേണ്ടുന്ന മുഴുവൻ മര്യാദകളും, അവൻക്ക് നാളെ ഒരു മരണമുണ്ട്, ആ മരണത്തിന് ശേഷം എന്നെന്നും നിലനിൽക്കുന്ന ഒരു ജീവിതമുണ്ട്, ആഖിറമുണ്ട്. ആ ആഖിറത്തെക്കുറിച്ചുമെല്ലാം വളരെ വിശാലമായി ചർച്ച ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഹദീസാണിത്. ഈ ഹദീസ് എന്ന് പറഞ്ഞാൽ ദീൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഹദീസ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിന്റെ ഓരോ വാക്കുകളിലും, ഓരോ അക്ഷരങ്ങളിലും, ഓരോ വചനങ്ങളിലും ഓരോ ആളുകൾക്കും ധാരാളം വിഷയങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ഹദീസ് ഒരു മുസ്ലിം തന്റെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ദീനിന്, ഇസ്ലാമിന് റബ്ബ് ഒരു ഇസ്സത്ത്, ഒരു പ്രതാപം നൽകിയിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം സാധുക്കളായ സാധാരണക്കാരായ പല സ്വഹാബിമാർക്കും പരസ്യമായി ദീൻ പ്രബോധനം ചെയ്യുവാനും രംഗത്തിറങ്ങിക്കൊണ്ട് ഇസ്ലാം പ്രബോധനം ചെയ്യുവാൻ ഇവർക്കൊരു ധൈര്യവും കഴിവും വന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ ഹദീസിലേക്ക് നമുക്ക് പോകാം. ഈ ഹദീസിന്റെ തുടക്കം ഇങ്ങനെയാണ്: അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാൽ ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ. ഒരു ദിവസം ഞങ്ങളുടെ നേതാവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഞങ്ങളൊരു സദസ്സിൽ ഇരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഹദീസിന്റെ ഓരോ വാക്കുകളിലും ദീനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കേണ്ടുന്ന, അറിയേണ്ടുന്ന പാഠങ്ങളെല്ലാം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞങ്ങളെല്ലാവരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒന്നിച്ചിരിക്കുകയായിരുന്നു, പ്രവാചകന്റെ അടുത്തിരിക്കാറുണ്ടായിരുന്ന ഒരു സമയത്ത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആ നേതാവ് അണികൾക്ക് എപ്പോഴും കയ്യെത്തും ദൂരത്ത്, അണികളുടെ കയ്യെത്തും ദൂരത്ത് അണികളുമായി അടുത്ത് ബന്ധമിടപഴകുന്ന രൂപത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ളൊരു നേതാവായിരുന്നു. നമ്മളെല്ലാവരും ഈ രൂപത്തിൽ നേതാക്കന്മാരാണ്. പല രൂപത്തിലുള്ള കാർമ്മികത്വം വഹിക്കുന്ന, പല രൂപത്തിലും നേതൃത്വം നൽകുന്നവരാണ്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ, നമ്മുടെ ഭാര്യയുടെ വിഷയത്തിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ, നാം പ്രവർത്തിക്കുന്ന സംഘടനകളിൽ, അങ്ങനെ തുടങ്ങി ചെറിയൊരു ഗ്രൂപ്പിലെങ്കിലും അഡ്മിന്മാരാകാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. അപ്പൊ പലയിടങ്ങളിലും നാം ഇടപഴകുന്ന മേഖലകളിലൊക്കെ നേതൃത്വം വഹിക്കുന്നവരാണ് നമ്മൾ. അവിടെയൊക്കെ നാം ശ്രദ്ധിക്കേണ്ടുന്നൊരു പാഠം, നമ്മുടെ കൂടെയുള്ളവരുമായി എപ്പോഴും അടുത്തു നിൽക്കുന്ന, ബന്ധം ഇഴകിച്ചേർന്നുകൊണ്ട്, ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നേതാവാകാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത്, ഇലക്ഷന്റെ ചൂടിലാണ് എല്ലാവരും. ഓരോ നേതാക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥികളായ ആളുകൾ നമ്മുടെ വീടാന്തരം കടന്നു വന്നുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ആർക്ക് വോട്ട് നൽകണമെന്നുള്ള പ്രത്യേകമായ ചിന്തകൾ, തീരുമാനങ്ങളും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകും. എങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം, നമ്മുടെ നാടിനും സമൂഹത്തിനും നമുക്ക് ഉപകാരമുള്ള വ്യക്തികളെ ആ നേതൃത്വം ഏൽപ്പിച്ചു കൊടുക്കാൻ, ആ അവകാശം ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമുക്ക് ഉപകാരമുള്ള ആളുകളെ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക. ചില നേതാക്കന്മാരുണ്ട്, അവർ വരുന്ന എല്ലാ കാര്യങ്ങളും, അവകാശവാദങ്ങളും അവർ ഉന്നയിച്ചിട്ട് എന്ത് ചെയ്യും, പിന്നീട് അടുത്ത 5 വർഷങ്ങളിലേക്ക് അവരെ പൊടിയിട്ട് നോക്കിയാൽ പോലും കാണാത്ത രൂപത്തിലുള്ള ചില നേതാക്കന്മാർ. അത്തരത്തിലുള്ള ആളുകളാകാൻ ചിലർക്കൊന്നും നമ്മൾ അവസരങ്ങൾ കൊടുക്കരുത്. അപ്പോൾ അതുകൊണ്ട് നമുക്കും നമ്മുടെ നാടിനും ഉപകാരമുള്ള ആളുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കണം. ഇവിടെ
ഈ ഇലക്ഷന്റെ ചൂട് വരുമ്പോൾ ഇവരൊക്കെ സ്ഥാനാർത്ഥികളാണ്. പക്ഷേ ഞാനും നിങ്ങളും എല്ലാവരും സ്ഥാനാർത്ഥിയാകുന്ന ഒരു ദിനം നാളെ ആഖിറത്തിൽ വരാനുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷന്റെ ചൂടിന്റെ സമയത്ത് നമ്മുടെ വാക്കുകളെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ തീരുമാനങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലുമായി ഷെയർ ചെയ്തു വിടുന്ന ഓരോ പോസ്റ്റുകളും നമ്മൾ ശ്രദ്ധിക്കണം. ദീനിന് വിരുദ്ധമായിക്കൊണ്ട് ഇസ്ലാമിന് നിരക്കാത്ത രൂപത്തിലുള്ള ആഘോഷങ്ങളിലോ അതുപോലെ തന്നെ പ്രകടന പരിപാടികളിലോ ആവേശ പ്രഖ്യാപനങ്ങളിലോ നമ്മൾ പങ്കുചേരാൻ പാടില്ല. എല്ലാത്തിനും ഉപരിയായിക്കൊണ്ട് വിശ്വാസി അവന്റെ ദീനിനെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ദീനിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ എല്ലാം അവകാശം, വോട്ടവകാശം, അത് കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. അത് നമ്മുടെ മൗലികമായ അവകാശമാണ്. നമ്മുടെ അവകാശങ്ങൾ വേണ്ടുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അത് കൃത്യതയുള്ള സ്ഥാനാർത്ഥിക്ക് നൽകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ നേതാവിനെ സംബന്ധിച്ചിടത്തോളം നേതാവ് എന്ന് പറയുന്നത് അണികളുമായി അടുത്ത് ബന്ധമുള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ്? ഞങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങനെ കടന്നു വരിക. ഈ മനുഷ്യന്റെ പ്രത്യേകത എന്താ? പ്രവാചകൻ ഇരിക്കുന്ന സദസ്സിലേക്ക് ഈ മനുഷ്യൻ കടന്നു വന്നു. ശദീദു ബയാദി സിയാബ്, ഇദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രം തൂവെള്ള വസ്ത്രമാണ്. തൂവെള്ള വസ്ത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽബസുൽ ബയാദ്, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്ക്. ഫഇന്നഹാ അത്ഹറു വഅത്യബ്, അത് വിശിഷ്ടമാണ്, പരിശുദ്ധമാണ്, സുന്നത്തായ വസ്ത്രമാണ് വെള്ള വസ്ത്രം. അതുകൊണ്ട് മറ്റുള്ള വസ്ത്രങ്ങൾക്ക് പവിത്രതയില്ല എന്നുള്ളതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല കളറുകളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. കറുപ്പ് ധരിച്ചിട്ടുണ്ട്, പച്ച ധരിച്ചിട്ടുണ്ട്, ചുമപ്പ് ധരിച്ചിട്ടുണ്ട്. പല രൂപത്തിലുള്ള വസ്ത്രങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിക്കാറുണ്ടായിരുന്നു. പക്ഷേ വെള്ളയ്ക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത നൽകി. അത് സുന്നത്തായ വസ്ത്രമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വിശിഷ്ട ദിനങ്ങളിലൊക്കെ വെള്ള വസ്ത്രം ധരിക്കാൻ, വെള്ളിയാഴ്ചയും മറ്റുള്ള പ്രത്യേകമായ സമയങ്ങളിലൊക്കെ വെള്ള ധരിക്കാൻ, വെള്ളയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ, ആ സുന്നത്ത് പിൻപറ്റാൻ വിശ്വാസികൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. വസ്ത്രത്തിന്റെ വിഷയം പറയുമ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കി പോകണം. എന്നിട്ട് നബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഷദീദു സവാദി ശഅർ, നല്ല കറുത്ത മുടിയുള്ള ഒരു വ്യക്തി. മുടിയുടെ വിഷയം പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. മനുഷ്യന്മാർ, പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അവന്റെ ശരീരത്തിന്റെ കാര്യങ്ങൾ പ്രത്യേകം അവൻ ശ്രദ്ധിക്കണം. ഈ വന്ന മനുഷ്യൻ നല്ല കറുത്ത മുടിയുള്ള ഒരു മനുഷ്യൻ, തന്റെ മുടിയൊക്കെ പിറകോട്ട് ഈരി വച്ചിരുന്ന, കാണാൻ നല്ല ചേലുള്ള രൂപത്തിൽ മുടിയും താടിയും ഒക്കെ മനോഹരമായി പരിപാലിച്ചു കൊണ്ടുപോകുന്ന വ്യക്തി. നമ്മുടെ മുടിയും താടിയും നമ്മുടെ രോമങ്ങളും നമ്മുടെ ശരീരവും അത് കൃത്യമായി പരിപാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പാറിപ്പറപ്പിച്ച് കുളിക്കാതെ, നനയ്ക്കാതെ, വെള്ളം തൊടിയിക്കാതെ അങ്ങനെ ഒരു അലങ്കോലമാകുന്ന രൂപത്തിലേക്ക് നമ്മുടെ മുടിയെ നമ്മളങ്ങ് വിട്ടുകളയരുത്. അത് ഈരി ഒതുക്കി വൃത്തിയായി കൊണ്ടുപോയി നടക്കാൻ, ജട പിടിക്കാതെ മനോഹരമായി കൊണ്ടുപോയി നടക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ താടി, ഈ താടിയും എണ്ണ തേച്ച് അതല്ലെങ്കിൽ ഈരു മിനിക്ക് വൃത്തിയായി സുന്നത്ത് പിൻപറ്റിക്കൊണ്ട് അതിനെ പരിചരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നഖങ്ങൾ, കക്ഷരോമം, ഗുഹ്യരോമം തുടങ്ങി ശരീരത്തിനോട് നമ്മൾ ചെയ്യേണ്ടുന്ന പ്രകൃതിപരമായ ഈ വിഷയങ്ങൾ അത് മനോഹരമായി കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മുഖേന പല രൂപത്തിലുള്ള പ്രയാസങ്ങളും നമുക്കുണ്ടാകും. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ പറഞ്ഞു, ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും, ഇദ്ദേഹം താടിയുള്ളൊരു വ്യക്തിയായിരുന്നു, നീളൻ താടിയുള്ളൊരു വ്യക്തി. നമ്മള് താടിക്ക് പ്രാധാന്യം കൊടുക്കണം. 4 മദ്ഹബിന്റെ ഇമാമുമാരും പറഞ്ഞു താടി വടിക്കൽ ഹറാമാണ് എന്നുള്ളത്. താടി വടിക്കൽ ഹറാമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കല് ഒരു താടി വടിച്ച ഷേവ് ചെയ്തൊരു വ്യക്തി വന്നപ്പോ അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്നും പ്രവാചകൻ മുഖം തിരിക്കുകയുണ്ടായി എന്നുള്ളതാണ്. ഇത് താടി വളരാത്ത ആളുകളെ കുറിച്ചല്ല, മനോഹരമായി ഉണ്ടാകാൻ കഴിവുണ്ടായിട്ടും അത് വടിച്ചു കളയുന്നവരെ കുറിച്ചായി പറയുന്നത്. പ്രവാചകന്റെ സുന്നത്താണ്. താടി വടിക്കുന്നവന്റെ മുഖത്തേക്ക് പോലും പ്രവാചകൻ നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതീവ ഗൗരവമാണ് ഒരു വിഷയം. ആ സമയത്ത് ചില ഒറ്റത്താടിയോ 2 രോമങ്ങളോ ഒക്കെ താടിയായിട്ടുള്ളവരെ പരിഹസിക്കുന്നവരും നമുക്കിടയിലുണ്ട്. താടി അത് ചെറുതാണെങ്കിലും അല്പമാണെങ്കിലും അതിനെ പരിഹസിക്കാനോ കളിയാക്കാനോ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എത്രത്തോളം ആദരവ് അതിന് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹദീസ് തുടരുകയാണ്, ലാ യുറാ അലൈഹി അസറു സഫർ, ഈ മനുഷ്യനിൽ
യാത്രയുടെ ഒരു അടയാളവും ഞങ്ങൾ കണ്ടിട്ടില്ല. വലാ യഅരിഫുഹു മിന്നാ അഹദുൻ, ഞങ്ങളിൽ ആർക്കും ആ മനുഷ്യനെ കുറിച്ച് യാതൊരുവിധ അറിവുമില്ല. എന്നിട്ട് ഹത്താ ജലസ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മനുഷ്യൻ കടന്നു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഇരിക്കുകയാണ്. فأسند ركبتيه إلى ركبتيه ووضع كفيه على فخذيه. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെമ്പ്രം പടിഞ്ഞിരിക്കുമ്പോൾ ഈ മനുഷ്യൻ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാൽമുട്ടിലേക്ക് അദ്ദേഹത്തിന്റെ കാൽമുട്ടും ചേർത്ത് വെച്ചിരുന്നു. തന്റെ ഇരു കരങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാൽമുട്ടിന് മുകളിലായി തുടയിന്മേൽ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സദസ്സ് നമ്മൾ ശ്രദ്ധിക്കണം. ഈ മനുഷ്യൻ കടന്നു വന്നിട്ട് പ്രവാചകനോട് ഏറ്റവും അടുത്ത് വന്നാണ് ഇരിക്കുന്നത്. ദീൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ ഇരിക്കുന്നതിൽ പലരും വിദ്യാർത്ഥികളുണ്ട്. വിദ്യാർത്ഥികളായ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ പഠിക്കാൻ വേണ്ടി ക്ലാസ്സുകളിലും സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ അറിവ് നേടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഏറ്റവും മുൻനിരയിലേക്ക് നമ്മൾ വന്നിരിക്കണം. പക്ഷേ നമ്മളൊക്കെ ബാക്ക് ബെഞ്ചേഴ്സ് ആണ്. കൂടുതലും നമ്മളൊക്കെ ഏറ്റവും പിന്നിലേക്ക് മാറിയിരിക്കാനും മൂലക്ക് പോയിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിച്ചതാണ്, ദീൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യണം? മുന്നിലേക്ക് കടന്നു വരണമെന്നുള്ളതാ. അതിൽ ഇൽമ് നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തി മുൻനിരയിലേക്ക് കടന്നു വരണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ആളുകളുടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരിക്കൽ 3 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിലേക്ക് കടന്നു വന്നു. അതിൽ ഒന്നാമത്തെ വ്യക്തി എന്തു ചെയ്തു എന്ന് വെച്ചാൽ, ദീൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അതിൽ അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തി സദസ്സിലേക്ക് നോക്കിയിട്ട് എവിടെയാണ് സ്ഥലമുള്ളത് എന്നൊക്കെ നോക്കി ആ സദസ്സിന്റെ ഏറ്റവും മുൻനിരയിലേക്ക് വന്ന് എന്ത് ചെയ്തു? ഈ മനുഷ്യൻ അവിടെ ഇരുന്നു. രണ്ടാമത്തെ ഒരു വ്യക്തിയുണ്ട്. ഈ മനുഷ്യൻ ഇത് സദസ്സാണല്ലോ, എവിടെയാണെങ്കിലും ഇരുന്നാൽ മതി എന്ന് വിചാരിച്ച് ഒരു മൂലയിലേക്ക് അങ്ങ് മാറിയിരുന്നു. മുൻനിരയിലേക്ക് വരാതെ, സഫിലേക്ക് വരാതെ ഒരു മൂലയിലേക്ക് മാറിയിരുന്നു. മൂന്നാമത്തെ വ്യക്തി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇതൊക്കെ കുറെ കേട്ടതാണ്, ഇനി ഞാൻ ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ച് ആ സദസ്സിൽ നിന്ന് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപദേശങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവരോടായി, ആ സദസ്സിലുള്ളവരോടായി പറഞ്ഞു, ഈ 3 ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അതിലൊന്നാമത്തെ ഒരു വ്യക്തിയുണ്ടല്ലോ, ദീൻ പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഏറ്റവും മുൻനിരയിലേക്ക് സ്ഥലം കണ്ടെത്തി കടന്നു വന്നിരുന്ന വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ച് ഫആവാ ഇലല്ലാഹ്, അദ്ദേഹം അല്ലാഹുവിലേക്ക് അഭയം തേടിയിരിക്കുന്നു. ഫആവാഹുല്ലാഹ്, അതുകൊണ്ട് അല്ലാഹു അദ്ദേഹത്തിനും അഭയം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ വ്യക്തിയെ കുറിച്ച് പറഞ്ഞു, എവിടെയെങ്കിലൊക്കെ ഇരുന്നാൽ മതി, ഇത് സദസ്സല്ലേ, അതുകൊണ്ട് ഒരു മൂലക്കെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് മാറിയിരുന്നൊരു വ്യക്തി. ആ വ്യക്തിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസ്തഹിയ, അവൻ ലജ്ജിച്ചു, അവനൊരൽപ്പം നാണിച്ചു, അവനൊരൽപ്പം മടി കാണിച്ചു. മുൻനിരയിലേക്ക് വന്നിരിക്കാൻ മടി കാണിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തു? പിന്നിലേക്കോ അതല്ലെങ്കിൽ ഒരു സൈഡിലേക്കോ ഒരു മൂലക്കയിലേക്കോ അവൻ മാറിയിരുന്നു. ഫസ്തഹിയല്ലാഹു മിൻഹു, അതുകൊണ്ട് അവന്റെ കാര്യത്തിലും അല്ലാഹു നാണിച്ചിരിക്കുകയാണ്, ലജ്ജിച്ചിരിക്കുകയാണ്, മടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ വ്യക്തി, ഇതൊക്കെ ഞാൻ കുറെ കേട്ടതാണ്, ഇനി എന്തിനാ വീണ്ടും വീണ്ടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന വിഷയങ്ങളാണെന്ന് പറഞ്ഞ് ആ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു വ്യക്തി. ആ വ്യക്തിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅഅറല്ലാഹു അൻഹു, അവനും പിന്തിരിഞ്ഞു, റബ്ബ് അവനിൽ നിന്നും പിന്തിരിഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ്. അവനിക്ക് അള്ളാഹനെ ആവശ്യമില്ല, അതുകൊണ്ട് അള്ളാഹ്ക്ക് അവനെ ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒരു ദീനിന്റെ സദസ്സ്, ഒരു ഇൽമ് കിട്ടുന്ന ഒരു വേദി നമ്മളുടെ കണ്ണെത്തും ദൂരത്ത് നടക്കുകയാണെങ്കിൽ അവിടെ പങ്കെടുക്കാനും സദസ്സിലിരിക്കാനും മുൻനിരയിലേക്ക് കടന്നു വന്നിരുന്നു കൊണ്ട് അവിടെ നൽകുന്ന ഇൽമുകൾ നേടാനും എന്ത് ചെയ്യണം? നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ മടിച്ചു നിൽക്കുകയോ നാണിച്ചു നിൽക്കുകയോ പിന്നോക്കം നിൽക്കുകയോ ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിന്റെ വിഷയത്തിലും ആ പിന്നോക്കാവസ്ഥ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് ബാക്ക് ബെഞ്ചേഴ്സ് ആവാതെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കാൻ, പള്ളികളിലൊക്കെ വരുമ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണെങ്കിലും മറ്റുള്ള സമയങ്ങളിലാണെങ്കിലും ആദ്യം തന്നെ മൂലയിൽ പോയൊരു സീറ്റ് പിടിച്ച് ചാരിയിരിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? സദസ്സിന്റെ മുന്നിൽ വന്നിരുന്ന് സഫ് ഒപ്പിച്ച് പിന്നോട്ട് പോകാനായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ദീൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഹദീസ് വിശദമായി പഠിക്കണം, മനസ്സിലാക്കണം. ഇതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله الأحد
والفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളും കൃത്യമായും തഖ്വയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് നയിക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലിഹ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഈ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ചേർന്ന് വന്നിരുന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം. ഏ മുഹമ്മദ്, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരൂ. ഈ ചോദ്യം കേൾക്കുമ്പോൾ സാധാരണക്കാരായ ചില ആളുകൾക്ക് തോന്നാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പേരെടുത്ത് വിളിക്കുകയാണ്, മുഹമ്മദേ എന്ന് വിളിക്കുകയാണോ? പരിശുദ്ധ ഖുർആനിൽ പോലും അല്ലാഹ് പോലും ആദരവോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചത് യാ അയ്യുഹൻ നബി, ഏ പ്രിയപ്പെട്ട നബിയെ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ കടന്നു വന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് ചില ചർച്ചകൾ വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ കടന്നു വന്ന വ്യക്തി ആരാണെന്നോ എന്താണെന്നോ അവിടെ ഇരിക്കുന്ന ആർക്കും അറിയില്ല. വന്നതൊരു ഗ്രാമീണനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി, ഒരു അറാബിയാണ്, കാട്ടറബിയാണ്. നമ്മുടെ ആ അറബി നാടുകളിലെ നാടൻ ഭാഷയിൽ ബദുക്കൾ എന്നൊക്കെ പറയും. ഈ രൂപത്തിലുള്ള ദീനുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത, ദീനിന്റെ ചിട്ടകളൊന്നും അറിയാത്ത, മര്യാദകളൊന്നും അറിയാത്ത വെറും കാട്ടറബിയായ ഒരു മനുഷ്യനാണ് വന്നത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്, ഈ രൂപത്തിൽ തന്നെ അത് കൊടുത്തിട്ടുള്ളത് എന്ന് അതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈ മനുഷ്യൻ വന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുകയാണ്, അഖ്ബിർനി അനിൽ ഇസ്ലാം, എനിക്ക് ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു തരൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൻ തഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വ തുഖീമസ് സ്വലാഹ് വ തുഅതിയസ് സകാത്ത് വ തസൂമ റമളാന വ തഹുജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൻ തഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ആരാധനയ്ക്കർഹനായി നിന്റെ ജീവിതത്തിൽ മറ്റാരും ഇല്ല എന്ന് നീ നിന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു കാണിച്ചു കൊടുക്കണം. വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ റസൂലാണ് എന്ന് നീ നിന്റെ ജീവിതത്തിൽ അറിഞ്ഞ് അംഗീകരിച്ച് അനുസരിച്ചുകൊണ്ട് ജീവിതം കൊണ്ട് തെളിയിച്ചു കാണിച്ചു കൊടുക്കാൻ നീ തയ്യാറാകണം. അതുപോലെ തന്നെ വ തുഖീമസ് സ്വലാം, ഈ ഷഹാദത്ത് നീ കൈക്കൊണ്ടു കഴിഞ്ഞാൽ ഷഹാദത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടി നീ എന്ത് ചെയ്യണം, കൃത്യമായി കൊണ്ട് നമസ്കാരം മുടങ്ങാതെ, നമസ്കാരത്തിന് ഭംഗം വരാതെ, നമസ്കാരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിലനിർത്തിക്കൊണ്ടു പോകണം നമസ്കാരം. അതുപോലെ തന്നെ വതുഅതിയസ് സകാത്ത്, നിനക്ക് സമ്പത്തുണ്ട് എങ്കിൽ ആ സമ്പത്തിൽ നിന്ന് നിങ്ങളുടെ പാവങ്ങളുടെ അവകാശമായ സകാത്ത് നിർബന്ധദാനം നീ കൊടുത്തു വീട്ടണം. അതുപോലെ തന്നെ സ്വതക്കകളും നീ നിർവഹിക്കണം. വതസൂമ റമളാൻ, റമളാൻ മാസത്തിൽ നിർബന്ധമായ ഫർളായ നോമ്പ് നീ നോൽക്കണം. വതഹുജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, നിനക്ക് സാമ്പത്തികമായും ശാരീരികമായും കഴിവുണ്ട് എങ്കിൽ വർഷത്തിൽ ഒരിക്കൽ നീ എന്ത് ചെയ്യുക, മക്കത്ത് പോയിട്ട് ഹജ്ജ് നിർവഹിക്കുക. ഇതാണ് ദീൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, സദഖത, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോകൊണ്ട് ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ ഈ ചോദ്യവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടിയും കേട്ടപ്പോൾ, ഇദ്ദേഹം തന്നെ അത് ശരിയാണെന്ന് പറയുന്നതും കേട്ടപ്പോൾ ഞങ്ങൾ ആകെ അത്ഭുതപ്പെട്ടു പോയി എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് രണ്ടാമത്തൊരു ചോദ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഹദീസിന്റെ തുടർച്ച അടുത്ത ആഴ്ച നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ദീൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും, അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ഈ ഹദീസ് പൂർണ്ണമായി മനസ്സിലാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ചെറുതും വലുതുമായ എല്ലാ അസുഖങ്ങളും വേദനകളും പൂർണ്ണമായ ശിഫയിലാക്കി കൊടുക്കുമാറാകട്ടെ, ആഫിയത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ശാരീരികമായി പ്രയാസപ്പെടുന്ന അസുഖങ്ങളിൽ നിന്ന്
വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന്, വലിയ സാമ്പത്തിക ചെലവ് വരുന്ന അസുഖങ്ങളിൽ നിന്ന്, ആശുപത്രി കിടക്കുകളിൽ കഴിയേണ്ടി വരുന്ന അസുഖങ്ങളിൽ നിന്ന്, കിടപ്പ് കിടക്കേണ്ടി വരുന്ന അസുഖങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ അള്ളാഹു കൺകുളിർമ നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ ഇരു ലോകത്തും ഉപകാരപ്രദമായ ദുരിയത്തൻ ത്വയ്യിബയായ സ്വാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ അള്ളാഹു കൺകുളിർമയും സന്തോഷവും നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു എന്നും സന്തോഷവും സമാധാനവും ആനന്ദവും എന്നും അള്ളാഹു വർഷിപ്പിച്ച് നിലനിർത്തി തരുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ എല്ലാ വിഷമങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, സങ്കടങ്ങളിൽ നിന്നും, വേദനകളിൽ നിന്നും, ടെൻഷനുകളിൽ നിന്ന്, സാമ്പത്തിക വിഷമങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹലാലായ സമ്പാദ്യം സമ്പാദിക്കുവാനും ഹലാലിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുവാനും ഹലാലായ മാർഗത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള പ്രതാപം അള്ളാഹു നമുക്ക് നൽകുകയും നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ. ഇന്ന് ദുനിയാവിൻ്റെ പല ഭാഗങ്ങളിലായി പ്രയാസം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ആളുകളുണ്ട്, പിഞ്ചുമക്കളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കുമാറാകട്ടെ. അവരെ പ്രയാസപ്പെടുത്തുന്നവരുടെ കൈക്ക് റബ്ബ് പിടിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ വിദ്യാർത്ഥികളായ ആളുകളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിക്കുവാനും പഠിക്കുന്ന കാര്യങ്ങൾ അവരുടെ ഓർമ്മകളിൽ എത്തിക്കുവാനും ദുനിയാവിലും നാളെ ആഖിറത്തിലും ഇരുലോക വിജയങ്ങളിലേക്ക് ആ വിദ്യാർത്ഥികളെയും നമ്മെയും അള്ളാഹു എത്തിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.